ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗൻ രാഗത്തിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് വലിയൊരു വമ്പൻ ട്വിസ്റ്റ് നടന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നവീനാണെങ്കിൽ ആ കേസ് അങ്ങോട്ട് വാദിക്കുക. അപ്പോൾ കേസ് അങ്ങോട്ട് വാദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ പോലീസുകാരനിട്ട് അങ്ങോട്ട് പൊളിച്ചടുക്കുകയാണ്. അന്ന് ഗംഗാപ്രസാദ് മരിക്കാനുള്ള കാരണം ഇരുമ്പ് വടി വെച്ച് അവൻ്റെ തലക്കിട്ട് അടികൊണ്ടത് കൊണ്ടാണ് ഗംഗാപ്രസാദ് മരിക്കാനുള്ള കാരണം എന്നാണ് പറയുന്നത്. പക്ഷേ അത് നിങ്ങൾ വരുത്തി തീർത്തത് വേലുവിലാണ്. പക്ഷേ ആ ഇരുമ്പ് വടി ഫോറൻസിക്കുകാർ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴേക്കും വേലുവിൻ്റെ വിരലടയാളമല്ല അതിലുള്ളത് വേറെ ആരുടെയോ വിരലടയാളമാണെന്നൊക്കെ നവീൻ ഉറപ്പിച്ച് തന്നെ പറയുക. ഇത് കേട്ട് നമ്മുടെ CI സാറൊക്കെ വിറച്ചങ്ങോട്ട് നിൽക്കുക. അങ്ങനെ നമ്മുടെ നവീനാണെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാവുക. അങ്ങനെ പറയാ, നിങ്ങൾ അയാളെ കൊണ്ട് കുറ്റം സമ്മതിപ്പിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എനിക്കങ്ങനെ സമ്മതിപ്പിക്കേണ്ട കാര്യമില്ലെന്നൊക്കെ ഈ പോലീസുകാരൻ പറയാം. അങ്ങനെ സമ്മതിപ്പിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ അത് വല്ലാത്തൊരു ഫ്രോഡ് തന്നെയാണല്ലോ എൻ്റെ പൊന്നു സാറേ. സാറ് വലിയ കേമനാണെന്നൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. കേസ് തെളിയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകും. പിന്നെ സാറേ, ഈ 3 പ്രതികളെയും ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തിയിട്ടില്ലേ? പക്ഷേ ഇവരുടെ 3 പേരുടെയും വിരലടയാളം അല്ല അതിലിട്ടിരിക്കുന്നത്, ആ ഇരുമ്പ് വടിയിലുള്ളത്. ഇനി സാറിന് മനസ്സിലായില്ലേ? ഇവരല്ല അതിന് പിന്നിലെന്ന് മനസ്സിലായില്ലേ സാറേ? ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ. ഇതിൽ ഈ 3 പേരുടെയും വിരലടയാളം ആ ഇരുമ്പ് വടിയിൽ പതിഞ്ഞിട്ടില്ല. പിന്നീട് വേലുവ് എന്ന് പറഞ്ഞ ആ കാട്ടിൽ വസിക്കുന്ന ഈ മനുഷ്യൻ വളരെ പാവമായ ഒരു മനുഷ്യനാണ്. പോലീസുകാരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് പേടിയാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി നട്ടെല്ല് നോക്കി 2 കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും താൻ ചെയ്യാത്തൊരു കുറ്റം വരെ ഇതിൽ സമ്മതിക്കേണ്ടി വന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കോടതി അതെല്ലാം ഇങ്ങനെ നോട്ട് ചെയ്ത് ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വേലുവാണെങ്കിൽ ഒന്നും അറിയാത്ത രീതിയിൽ, കിരണാണെങ്കിൽ കിരൺ അപ്പോഴും കുറേ ടെൻഷനൊക്കെ ഉണ്ട്. കാരണം ആ വടിയിൽ പിന്നെ ആരുടെ വിരലടയാളം ആയിരിക്കും പതിഞ്ഞിട്ടുണ്ടാവുക എന്നാണ് കിരൺ ചിന്തിക്കുന്നത്. കാരണം ഗംഗാപ്രസാദ് മരിച്ചെന്നും ഗംഗാപ്രസാദിനെ തൻ്റെ വീടിൻ്റെ മുറ്റത്ത് കുഴിച്ചിട്ടെന്നൊക്കെ നമ്മുടെ കിരണ് നന്നായിട്ട് അറിയാലോ. പക്ഷേ അവനെ കൊന്നതാരാണ്? ഇതാണ് കിരണ് മനസ്സിലാവാത്തത്. അപ്പോൾ വീണ്ടും നമ്മുടെ നവീന് CIയോട് പറയുകയാണ്, എന്തായാലും നിങ്ങൾക്കൊരു സ്വാർത്ഥതയുണ്ട്. കാരണം നിങ്ങൾ അന്വേഷിക്കുന്ന കേസ് മുഴുവൻ വിജയിക്കണം. അതിനു വേണ്ടി നിങ്ങൾ ഏതറ്റം വരെയും പോകും. കാരണം ഇനിയിപ്പോൾ ഈ പ്രതിയെ പിടിക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് നാണക്കേടാണല്ലോ. നിങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ് ആ ഇരുമ്പ് വടിയിൽ പതിഞ്ഞിരിക്കുന്ന ആ ഒരു വിരലടയാളം വേറൊരാളുടെ ആണെന്ന്. എന്നിട്ട് പോലും നിങ്ങൾ വേലുവിനെ കൊണ്ട് ആ ഒരു കുറ്റം സമ്മതിപ്പിച്ചു. അതെന്തിനു വേണ്ടി? നിങ്ങളെക്കാളും വലിയ മുകളിലിരിക്കുന്ന അവരുടെ മുന്നിൽ നിങ്ങൾക്ക് ഞെളിഞ്ഞ് നടക്കാനായിട്ട്, നിങ്ങൾ വലിയൊരാളാണെന്ന്, നിങ്ങളൊരു സംഭവമാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കിട്ടുമ്പോഴേക്കും ഇല്ല, ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല, എനിക്ക് ആരുടെ മുന്നിൽ അങ്ങനെ തലയുയർത്തി പിടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. കേസ് അന്വേഷണത്തിൽ ഞാൻ കണ്ടെത്തിയ കാര്യങ്ങളാണിത്. എന്ത് കണ്ടെത്തിയ കാര്യങ്ങൾ എന്നാണ് പറയുന്നത് സാർ? സാറിൻ്റെ കയ്യിൽ തെളിവുണ്ടോ? അപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഈ CI സാറാണെങ്കിൽ ഗംഗാപ്രസാദ് ആ കല്യാണം നടക്കുന്നതിൻ്റെ ആ സമയത്ത് മതിൽ ചാടി വരുന്ന ആ രംഗങ്ങൾ വ്യക്തമായ കാര്യങ്ങളാണ്. ശരി സാർ, അതൊക്കെ ഗംഗാപ്രസാദ് മതിൽ ചാടി വരുന്ന വ്യക്തമായ കാര്യങ്ങൾ CCTVയിലൊക്കെ പതിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഈ ഗംഗാപ്രസാദിന് എന്താ സംഭവിച്ചെന്ന് സാറിന് അറിയില്ലല്ലോ. സാർ ഇതിൻ്റെ പിന്നാലെ കുറേ നടന്നതല്ലേ. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു സാർ എന്നൊക്കെ ഇങ്ങനെ നവീൻ നല്ല രീതിയിൽ തന്നെ ചോദിക്കുകയാണ്. അതിനിടയിൽ നിങ്ങൾ കണ്ടെത്തിയ കാരണം ഈ ആ ഇരുമ്പ് വടി വെച്ച് അടിച്ചു കൊന്നത് ഈ വേലുവാണെന്ന് നിങ്ങൾ അങ്ങോട്ട് വരുത്തി തീർത്തു. പക്ഷെ ആ സമയത്തൊക്കെ ഇവർ 2 പേരും ആ കല്യാണത്തിൽ ഇവർ 3 പേരും കല്യാണത്തിൽ പങ്കെടുത്തു. അതിനുള്ള എല്ലാ തെളിവുകളും ഉണ്ടല്ലോ. പിന്നെന്തിനാണ് സാർ വീണ്ടും ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഈ CI സാറിട്ട് അങ്ങോട്ട് പൊളിച്ചെടുക്കുകയാണ് നവീൻ. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമല്ലോ. പല കുറ്റവാളികളും ശിക്ഷിച്ചാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് അങ്ങനെ ഒരു നിയമമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ പൊന്നു സാറേ, ഈ പ്രതികളെ വെറുതെ വിട്ടേര്. ഇവർ പ്രതികളായിട്ട് കണക്ക് കൂട്ടാനായിട്ട് പറ്റില്ല. നിങ്ങൾക്ക് കേസ് തെളിയിക്കാൻ വേണ്ടി കണ്ടവരെയൊക്കെ പ്രതികളായിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് സാറേ ശരിയാവുന്നത് എന്നും പറഞ്ഞുകൊണ്ടങ്ങ് നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്ക് ഇത്രയും മാത്രമേ പറയാനുള്ളൂ. എൻ്റെ കക്ഷികൾ പ്രതികളല്ല. ഇവർ 3 പേരും വിട്ടയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്നൊക്കെ പറയുകയാണ്. നമുക്ക് കോടതിയുടെ ഒന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ
അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ജഡ്ജി ആണെങ്കിൽ സംസാരിക്കണം, പ്രോസിക്യൂഷൻ എന്തെങ്കിലും ഇനി പറയാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല എന്നൊക്കെ ഇയാൾ പറയാണ്. അപ്പം പ്രോസിക്യൂഷൻ ഒന്നും പറയാനില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഈ കോടതി അവസാന ആ ഒരിത് പറയുകയാണ്. കാരണം ഈ പ്രോസിക്യൂഷൻ പറഞ്ഞതുപോലെ തന്നെ ഈ കേസ് തെളിയിക്കാനുള്ള ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഈ കേസിനെ സംബന്ധിച്ച ഒരു എവിഡൻസും ഇയാൾക്ക് കണ്ടെത്താനും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രതികളായിട്ട് ഇവിടെ നിൽക്കുന്ന ഈ മൂന്ന് ആൾക്കാരെയും ജാമ്യത്തിൽ വിട്ടയക്കുന്നു, നിരപരാധിയും വിട്ടയക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വേലുവാണെങ്കിൽ എന്നും പറഞ്ഞിട്ട് കൈ അങ്ങോട്ട് കൊട്ടുക. അപ്പോൾ കൈ അങ്ങോട്ട് കൊട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ജഡ്ജി ആണെങ്കിൽ എന്താണിത്, ഇത് കോടതിയാണോ അല്ലാണ്ട് പബ്ലിക്കല്ലേടോ എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇത് കഴിഞ്ഞപ്പോഴേക്കും രതീഷാണെങ്കിലും ഇവിടെ ഒന്നും മിണ്ടാതിരിക്കണം, നീ എന്താണ് കാണിക്കുന്നത്? അപ്പോൾ വേലുവിന് ആഹ്ലാദം കൊണ്ട് അങ്ങനെയൊക്കെ കാണിച്ചത്. അങ്ങനെ അവിടെ കോടതി അവിടെ പിരിഞ്ഞു പോവുക. ആ സമയത്ത് നമ്മുടെ CS-നും കാർത്തികയ്ക്കൊക്കെ ഭയങ്കര സന്തോഷം തോന്നുക. അങ്ങനെ CS നേരെ നവീൻ്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് നവീൻ അങ്ങോട്ട് പിടിക്കുകയാണ്. ഏതായാലും നന്ദിയുണ്ട് വക്കീലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ കാർത്തികയ്ക്കും ഒരുപാട് സന്തോഷം തോന്നി. കാർത്തികയും കൺഗ്രാജുലേഷൻസ് പറയുകയാണ്. അങ്ങനെ നമ്മുടെ നവീൻ നോക്കുമ്പോൾ വേലുവും കിരണും അതേപോലെ തന്നെ രതീഷുണ്ട്. അപ്പോൾ വേലുവിനോട് പറയാണ്, വേലുവേ വേണ്ട, ഇത് കോടതിയാണ്, കൂടുതൽ ആവേശമൊന്നും വേണ്ട കേട്ടോ. താങ്ക് യു സാറേ, ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ നമ്മുടെ വേലു ഇങ്ങനെ സംസാരിക്കണം. പക്ഷെ അപ്പോഴും കിരണിൻ്റെ മുഖം വലുതായിട്ടൊന്നും തെളിഞ്ഞിട്ടില്ല. കിരണിൻ്റെ മുഖത്ത് വല്ലാത്തൊരു പേടിയും ടെൻഷനൊക്കെ ഉണ്ട്. അങ്ങനെ ഇവർ എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് നവീൻ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. എന്നെ ഏതായാലും സൂക്ഷിക്കേണ്ട കാര്യമുണ്ട്. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ CI സാറിന് ശരിക്കും വലിയൊരു അടി കിട്ടിയതുപോലെയാണ് ആയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കൂടുതലും അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടെന്നും പറയുകയാണ്. അപ്പോൾ കരുതിയിരിക്കേണ്ട കാര്യമുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മുടെ CI സാർ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ CI സാറിന് ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കലി വരികയാണ്. അപ്പോൾ CI സാർ പറഞ്ഞു, നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് ഒരിക്കലും വിചാരിക്കാൻ നിൽക്കരുത്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ കൊലപാതകത്തിന് പിന്നിൽ ഇവർ 3 പേരുടെയും കൈകളുണ്ട്. അത് എനിക്ക് മനസ്സിലായ കാര്യമാണ്. എൻ്റെ പൊന്ന് സാറേ, ഇങ്ങനെ മനസ്സിലായെന്ന് പറയാതെ സാറിൻ്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? കോടതി മുന്നിൽ സാറിന് അതൊന്നും തെളിയിക്കാനായിട്ട് സാധിച്ചില്ലല്ലോ എന്ന് നവീൻ പറയണം. ഞാൻ തെളിയിക്കും, ഇനി ഇതങ്ങനെ വിട്ടുകൊടുക്കുന്ന മട്ടില്ല. ഞാനൊരു കേസ് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള തെളിവ് സഹിതം പ്രതികളെ ഞാൻ പിടികൂടുക തന്നെ ചെയ്യും. എങ്കിൽ പിന്നെ സാറ് പോയി പിടികൂട്, നമുക്ക് കാണാം എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര വാശിയോട് കൂടി തന്നെ പോകുന്നത്. അപ്പം നവീൻ പറയാണ്, അയാൾ പറയുന്നതിലും നമുക്ക് ഇത് വിട്ടുകളയാനായിട്ട് പറ്റില്ല. കാരണം ഇനിയാണ് സൂക്ഷിക്കേണ്ടത്. ശരിക്കും അടികൊണ്ട പാമ്പായിട്ടാണ് അയാൾ പോയിരിക്കുന്നത്. അപ്പോൾ പിന്നെ അയാളെ ശരിക്കും നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കിരണു ആണെങ്കിൽ അതെ, എൻ്റെ ഇപ്പം സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ വല്ലാത്തൊരു ഇതിലാണ് നിൽക്കുന്നത്. ആ CI സാർ അങ്ങനെ വിടുന്ന പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ ഇവർ പറയുക. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കാർത്തികയും ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ഏതായാലും നവീൻ സാറിനെ സമ്മതിച്ച് തന്നിരിക്കുന്നു. ഇതിൽ കേസിൽ നിന്ന് ഞങ്ങൾക്ക് ഊരാനായിട്ട് പറ്റിയല്ലോ, അതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നത്. അപ്പോൾ CS ആണെങ്കിൽ അതെ നവീൻ സാറ് ഫീസ് എത്രയെന്ന് പറഞ്ഞില്ല എന്ന് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നവീനൊന്നും മിണ്ടാതിരിക്കുക. ഫീസ് പറഞ്ഞില്ലെങ്കിലും ഞാനൊരു എമൗണ്ട് സാറിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നോളാം. അപ്പോൾ ഇത് കേട്ട് നവീനാണെങ്കിൽ എമൗണ്ട് കൂടുതലാണെങ്കിലേ തിരിച്ചങ്ങോട്ടും വരും, ആയിക്കോട്ടെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കാർത്തികയും പറയാണ്, ഏതായാലും നവീൻ സാറ് ഞങ്ങളുടെ ജീവിതമാണ് രക്ഷിച്ചിരിക്കുന്നത്, കിരണിനെയാണ് രക്ഷിച്ചിരിക്കുന്നത്, ബാക്കിയുള്ള എല്ലാവരെയും. അതേപോലെ തന്നെ ഇനിയിപ്പോൾ പണം തന്നു കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ഞാനൊരു ഗിഫ്റ്റ് തരുമ്പോൾ അത് നവീൻ സാറ് മേടിക്കാതിരിക്കരുതേ. ഇത് കേട്ട നവീനാണ് ചിരിക്കുക. ഏതായാലും എനിക്ക് പോകാനുള്ള സമയമായി, ഏതായാലും കേസെല്ലാം കഴിഞ്ഞല്ലോ, ഇനി സൂക്ഷിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അയാൾ തെളിവിന് വേണ്ടി എന്ത് വേണമെങ്കിലും സംഘടിപ്പിക്കാനായിട്ട് ഒരുക്കമാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വേലുവാണെങ്കിൽ അത് പിന്നെ സാറേ ഞാനും നല്ല തേന് കൊണ്ടുവന്ന് സാറിന് തരാട്ടോ. ആയിക്കോട്ടെന്നേ, എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് നവീൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. എല്ലാവരും കൂടി നല്ല ഉത്സാഹത്തോടു കൂടി തന്നെ കേസിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന രീതിയിലാണ് ഇറങ്ങുമ്പോഴും കിരണിൻ്റെ മുഖത്ത് ആ ഒരു ടെൻഷൻ അപ്പോഴും ഉണ്ട്. കാരണം ഈ കൊലപാതകത്തിന് പിന്നിൽ ആരാണ്, ഗംഗാപ്രസാദിനെ തലക്കടിച്ചത് ആരാണ്, ഇതാണ് കിരണിന് അറിയേണ്ട കാര്യങ്ങളെല്ലാം. അങ്ങനെ നമ്മുടെ പ്രകാശിനെ കാണിക്കണം. അപ്പോൾ പ്രകാശനാണെങ്കിൽ ആകെ ടെൻഷനില്ല. അപ്പോഴാണ് കാർത്തിക വരുന്നത് കാണുന്നത്. അപ്പോൾ കാർത്തികയോട് ചോദിക്കണം, മോളെ കാര്യങ്ങളെല്ലാം എന്തായി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും മച്ച പേടിക്കാനൊന്നുമില്ല,
അവർക്ക് 3 പേർക്കും ജാമ്യം കിട്ടി. വെറും ജാമ്യമല്ല, വെറുതെ വിട്ടയച്ചു എന്നാണ് കോടതി പറയുന്നത്. നവീൻ വക്കീലിനെ എന്ത് ഇതാണെന്നറിയാവോ, എന്തൊരു കഴിവാണെന്നറിയാവോ, എത്ര രീതിയിലാണ് ആ കേസെല്ലാം വാദിച്ചതെന്നറിയാവോ അച്ഛ. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നു മോളെ ഇപ്പോഴാണ് സമാധാനമായത്. ഇനിയും കല്യാണി മോള് ഉണർന്നു കഴിയാൻ നേരത്ത് കിരൺ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയുമെന്ന് അറിയാൻ പാടാത്തൊരു അവസ്ഥയായിരുന്നു. ഏതായാലും നിങ്ങൾ പോയി കാണാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തിക നേരെ കല്യാണിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ കല്യാണിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ കാദംബരി നിൽക്കുന്നുണ്ട്. കല്യാണി നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ എന്താ കല്യാണി ഇതുവരെ എണീറ്റില്ലെന്ന് ചോദിച്ചപ്പോഴേക്കും എണീറ്റായിരുന്നു. എണീറ്റപ്പോൾ കിരണിനെ ചോദിച്ചായിരുന്നു. ഇപ്പോഴേ നല്ല ഉറക്കത്തിലാണ്. എന്തായി കേസിൻ്റെ കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും കാദംബരി പുറത്തേക്കൊന്ന് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് കാദംബരിയോട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇത് കേട്ട കാദംബരിക്ക് ഒരുപാട് സന്തോഷം തോന്നുക. ഏതായാലും നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ 3 പേർക്കും ജാമ്യം കിട്ടി. കിരൺ ഇപ്പോൾ സന്തോഷമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അല്ല എന്നിട്ട് കിരൺ സാർ എവിടെ? കിരൺ സാറിൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അമ്മ അവിടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കിരൺ സാറ് വീട്ടിലേക്ക് പോയിരിക്കുമെന്നും പറയുകയാണ്. ദൈവമേ, ഇനിയും കല്യാണി ഉണർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറയുമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥയിലായിരുന്നു. ഏതായാലും ജാമ്യം കിട്ടിയല്ലോ, അത് തന്നെ മഹാഭാഗ്യമായിട്ടാണ് ഇപ്പോൾ കരുതുന്നത് എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി നേരെ വീണ്ടും കല്യാണിയെ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ കല്യാണി കല്യാണി വിളിച്ച് കഴിഞ്ഞപ്പോൾ കല്യാണി കണ്ണു തുറക്കുകയാണ്. ആഹാ, കാർത്തിയേച്ചി വന്നായിരുന്നോ? അല്ല കിരണേട്ടൻ എവിടെ? കിരണേട്ടനെ ഇതുവരെയും കണ്ടില്ലല്ലോ. കിരണേട്ടനെ ഉടനെ വരും. എന്നെ പറ്റിക്കുകയാണോ കാർത്തിയേച്ചി? പറ്റിക്കാൻ നിൽക്കരുത്. വരും എന്ന് പറയാനല്ലാതെ വന്നില്ലല്ലോ. കുറച്ച് നേരം കൂടി ഇനി വെയിറ്റ് ചെയ്യുന്നേ. കിരൺ വരുമെന്ന് ഇപ്പോൾ വിളിച്ച് പറഞ്ഞായിരുന്നു. ഓ ആണോ കാർത്തിയേച്ചി? ഏതായാലും കല്യാണി നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കുക. കിരൺ ഓടി വരില്ലേ എന്നൊക്കെ പറയുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശാരിയാണ്. അപ്പം ശാരിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. എന്നാലും എൻ്റെ രാഹുലേട്ടൻ ആ കാട്ടിലേക്ക് എറിഞ്ഞു കൊടുത്തത് അത് അവൻ തന്നെ ആയിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും രാഹുലേട്ടനെ കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. രാഹുലേട്ടൻ അവൻ്റെ അമ്മാവനല്ലേ? എന്നിട്ട് പോലും ഒരു സ്നേഹം പോലും ഇല്ലാതെയാണ് അവൻ അങ്ങനൊരു ക്രൂരത ചെയ്തത്. രാഹുലേട്ടൻ മരിക്കാനുള്ള കാരണം എന്താ? സരയുവിന് വേണ്ടിയല്ലേ രാഹുലേട്ടൻ കല്യാണിയെ കുത്തിയത്? അവനൊക്കെ ഈ ശിക്ഷ കിട്ടിയാൽ പോരാ, അതിനപ്പുറം ശിക്ഷ കിട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോഴാണ് രൂപ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ രൂപയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രൂപ എന്താ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എനിക്ക് എങ്ങനെ കഴിക്കാനായിട്ട് തോന്നുന്നു? എൻ്റെ മോനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത് എന്ന് ചോദിക്കണം. എന്നാലും മരുന്നൊക്കെ കഴിക്കേണ്ടതല്ലേ, അതുകൊണ്ട് ഭക്ഷണം കഴിക്കേണ്ടേ? നിനക്കൊക്കെ അങ്ങനെ ചിന്തിക്കാനായിട്ട് പറ്റും, പക്ഷേ എനിക്കങ്ങനെ ചിന്തിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴാണ് വരുന്നു കിരണും CS കൂടി കയറി വരിക. കിരണെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രൂപ ഓടിപ്പോയി കെട്ടിപ്പിടിക്കണം. അപ്പോൾ ശാരി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കണം, ഈ മെനകെട്ടവൻ വന്ന് ഇവന് ജാമ്യം കിട്ടി. നവീൻ പോയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചായിരുന്നു അവന് ജാമ്യം കിട്ടുമെന്ന്. എന്തായാലും ഞാൻ മാത്രമായിട്ട് എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? സന്തോഷിക്കാം. അയ്യോ മോനെ, നിനക്ക് ജാമ്യം കിട്ടിയോടാ. ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ആർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെടാ, നിനക്ക് ജാമ്യം കിട്ടണമെന്നും പറഞ്ഞുകൊണ്ട് സന്തോഷമായി എൻ്റെ മോനെ, കിരൺ മോനെ എന്നും പറഞ്ഞുകൊണ്ട് ശാരി അവിടെ തുടങ്ങി. അപ്പോൾ കിരണിൻ്റെ മോതിരത്തെ തമ്മിൽ തെളിച്ചൊന്നുമില്ല. പക്ഷേ കിരൺ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ഞങ്ങൾ 3 പേരുമല്ല ഗംഗാപ്രസാദിനെ കൊന്നത്. അല്ല മോനെ, നീയല്ലേ ഗംഗാപ്രസാദിനെ തല്ലിച്ചതച്ചെന്നൊക്കെ പറയുന്നത്? അപ്പോഴേക്കും രൂപ പറയണം, നിനക്കെന്താടി? നിനക്ക് വല്ല പ്രശ്നമുണ്ടോ? നിന്നെ പറയടി, നീ എല്ലാവരോടും ചെന്ന് പറ, ഇവരാണ് ഗംഗാപ്രസാദിനെ തല്ലിച്ചതച്ച് കൊന്നത്. നീ പറയടി. എൻ്റെ പൊന്നു രൂപ, ഞാനൊന്നും പറയുന്നില്ല. ഞാൻ എന്തെങ്കിലും മിണ്ടിയാലല്ലേ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് മാറുന്നത്. അതുകൊണ്ട് ഞാനിവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശാരി അവിടെ നിന്ന് കയറി പോവുക. അപ്പോൾ ശാരി പോയി കഴിഞ്ഞപ്പോഴേക്കും കിരൺ പറയുകയാണ്, അത് പിന്നെ ആ കമ്പിപ്പാരയിൽ പെട്ടിരിക്കുന്ന ആ ഒരു വിരലടയാളം ആരുടെ? അതാണ് കണ്ടെത്തേണ്ടത്. ഞങ്ങളുടെ 3 പേരുടെയും വിരലടയാളം അതിലില്ല. അപ്പം ഗംഗാപ്രസാദിൻ്റെ തലയ്ക്കടിച്ചത് മറ്റാരോ ആണ് എന്ന് കിരൺ പറയുമ്പോൾ അവിടെ നമ്മുടെ CS വെപ്രാളം അവിടെ കാണിക്കുന്നുണ്ട്. CS വല്ലാത്തൊരു രീതിയിൽ CS മുഖഭാവം മാറിയിട്ട് CS ഉടനെ തന്നെ പറയേണ്ട, മോനെ ഏതായാലും കേസെല്ലാം അവസാനിച്ചല്ലോ, ഇനി CS എന്ത് വേണമെങ്കിലും അന്വേഷിക്കട്ടെ, ഇനി അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കട്ടെ. എന്നാലും വെച്ചാ എനിക്കതിൽ സംശയമുണ്ട് അച്ഛാ, ആ സമയത്ത് ആരായിരിക്കും ഈ ഗംഗാപ്രസാദിന് തലക്കടിച്ചത്? അപ്പം കല്യാണത്തിന് വന്ന ആരെങ്കിലും ആയിരിക്കോ എന്ന് എനിക്കിപ്പോൾ നല്ല ഡൗട്ട് ഉണ്ട് എന്ന് പറയാം. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.